മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്ത് ഭംഗിയായിട്ടാ ഫെലിക്സ് പ്രാർത്ഥിക്കുന്നത്. അത് ശരിയാ, നല്ല രസമുള്ള ശബ്ദം. എന്ത് നന്മയോട് കൂടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിപ്പോ തന്നെ നിർത്തിക്കും. ആര് നിർത്തിക്കുമെന്നാ? നോക്കിക്കോ. ഇത് എത്ര നേരമായി പ്രാർത്ഥിക്കുന്നു? എനിക്കറിയാം, ചുമ്മാ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പ്രാർത്ഥനയെന്ന്. എന്താ അമ്മ ഇത്? പ്രാർത്ഥിക്കുന്നതും കുറ്റമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ഒരുപക്ഷെ ലോകത്തിലെ വളരെ പുണ്യമുള്ളൊരു കാര്യം. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ വേണം, അല്ലാതെ പഠിക്കാതിരിക്കാൻ പ്രാർത്ഥന ഒരു മറയാക്കരുതെന്നാ ഞാൻ പറഞ്ഞേ. ഞാൻ പഠിക്കാം അമ്മേ. അമ്മേ, ഞാൻ ഒരിക്കലും പഠിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാറില്ല. പഠിക്കേണ്ട സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ട്. അതമ്മ കാണാറില്ലേ? പഠിത്തം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 1/2 മണിക്കൂർ മാത്രം പഠിത്തം. അങ്ങനെ പഠിച്ചിട്ട് എന്തിനാ? നീ അപ്പുറത്തെ റോയിയെ കണ്ടു പഠിക്ക്. എത്ര നേരമാവും പഠിക്കുന്നേ? അല്ല, അതൊക്കെ അവന്റെ പരീക്ഷ പേപ്പറിലും കാണാറുണ്ട്. നീ അവനെ കണ്ടു പഠിക്ക്. എനിക്ക് എന്നെപ്പോലെ ആയാ മതി. എന്റെ കാവൽ മാലാകമാരെ, എന്റെ മകൻ അപ്പുറത്തെ റോയിയെ പോലെ ആകാൻ നല്ല ബുദ്ധി കൊടുക്കണേ. പാവം ഫെലിക്സ്, അവൻ നന്നായി പഠിക്കുകയും നല്ല ദൈവചിന്തയുമായിട്ടാണ് ജീവിക്കുന്നത്. അവന്റെ അമ്മയ്ക്ക് അവൻ എല്ലാവരെക്കാളും മുന്നിൽ വരണമെന്ന ആഗ്രഹം. ദൈവം ഓരോരുത്തരെ സൃഷ്ടിക്കുന്നത് ഓരോ പ്രത്യേകതകൾ കൊണ്ടാണ്. ഫെലിക്സിന് അവനായി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫെലിക്സ് റോയിയെ പോലെ ആകാനാ അവന്റെ അമ്മയ്ക്ക് ഇഷ്ടം. അവരവരാകുന്നതാ നല്ലത്. അതവന് വഴിയെ മനസ്സിലാകും, അല്ലേ? അത് ശരിയാ. അത് ശരി, നീ പുസ്തകം തുറന്നു വെച്ച് സ്വപ്നം കാണുകയാണോ? അമ്മ കാണുന്നില്ലേ? ഞാൻ പഠിക്കുക അമ്മേ. ഞാൻ കണ്ടല്ലോ. നീ അപ്പുറത്തെ റോയിയെ കണ്ടു പഠിക്ക്. അവൻ എന്ത് ഉച്ചത്തിലാ വായിച്ചു പഠിക്കുന്നേ.
ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലീസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലീസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. മോനുട്ടാ, റോയി, അമ്മ പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ വേണ്ട മമ്മി, ഞാൻ കുറച്ചുകൂടെ പഠിക്കട്ടെ. അതെ, നമ്മൾ പോകുന്നത് പക്ഷി സമ്മേളനത്തിനാ, അല്ലാതെ കല്യാണത്തിനല്ല. ചുമ്മാ അല്ല പണ്ടാരോ പറഞ്ഞത് കാക്ക കുളിച്ച കൊക്കാവില്ലാന്ന്. നിങ്ങൾ എന്താ പറഞ്ഞേ? അല്ല, ആ കൊക്കുകളൊക്കെ വന്നതാണെന്ന് പറഞ്ഞതാ. ഞാൻ കേട്ടു. 4 പക്ഷികൾ കൂടുന്നതല്ലേ, ഇത്തിരി ഒരുങ്ങുന്നതിന് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, വൈകണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാരും എത്തിക്കാണാം, വേഗം പോവാം. ഞാൻ റെഡി. സുന്ദരിക്കാക്കയും കൂട്ടരും അവരിപ്പോ പോകുന്നതേ ഉള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞ വൈകിയെന്ന്? ഇപ്പോഴോ? വേഗം വാ, നമുക്ക് അവരോടൊപ്പം പറക്കാം. കാക്കമ്മയോ? ഞാൻ കരുതി നിങ്ങൾ നേരത്തെ പോയിട്ടുണ്ടാകുമെന്ന്. ഏയ്, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. കാക്കമ്മ ആകെ ഒന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അതോ ഇന്നൽപ്പം മേക്കപ്പ് കൂടുതൽ ഇട്ടതാ? അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. അവൾക്ക് കുശുമ്പ. ഈ വവ്വാലിന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്തിനാ സഹോദര ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നേ? ഇത് പക്ഷികളുടെ സമ്മേളനമല്ലേ, ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? പക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുള്ളവർ. അപ്പൊ എനിക്കും ചിറകില്ലേ? ഞാനും പക്ഷിയല്ലേ? മുഖം കണ്ടാലും മതി. വേഗം തിരികെ പോകാൻ നോക്ക്. നായയുടെ മുഖവും വെച്ച് പക്ഷിയാണ് പോലും. പ്രിയമുള്ള പക്ഷി സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ വർഗവിവേചനം നിർത്തുന്നതിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ പല വർഗത്തിലുള്ള പക്ഷികൾ ഉണ്ടെങ്കിലും ആത്യന്തികമായി നമ്മളെല്ലാം പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ പക്ഷികൾ തന്നെ പക്ഷികളെ ആക്രമിക്കുന്നതും ഭക്ഷണമാക്കുന്നതും നിർത്തേണ്ടതാണ്. ഇനി മുതൽ നാം ഒറ്റക്കെട്ടാണ്. അടുത്തത് കലാപരിപാടികളാണ്. പരിപാടികൾ അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് വേദിയിലേക്ക് കടന്നുവരാം. ഒരു മനോഹര ഗാനം ആലപിക്കുന്നു കുയിലമ്മ. കുയിലിനെ തേടി കുതിച്ചു പായണുമാര, നല്ല കുപ്പായക്കാര, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം. അതെ, ഞാനൊരു പാട്ട് പാടിയാലോ? അത് വേണോ? നമുക്ക് പറ്റണ പണി ചെയ്താ പോരെ? എനിക്ക് ആ കുയിലമ്മയേക്കാൾ നന്നായി പാട്ട് പാടാൻ കഴിയും. കാണണോ? ഞാനൊരു പാട്ട് പാടാം. അടുത്തതായി കാക്കമ്മ ഒരു ഗാനം ആലപിക്കുന്നു. പൂങ്കുയിലെ കന്നി തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്. ആ നമുക്ക് പറ്റിയ പണിയല്ലേ. അതെ, പാട്ട് നന്നായിരുന്നു. ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? അടുത്തത് സൗന്ദര്യ മത്സരമാ. വേണമെങ്കിൽ പങ്കെടുത്തോ, സമ്മാനം ഉറപ്പാ. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, വാ വീട്ടിലേക്ക് പോവാം. എന്താടാ, ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴേ ശ്രദ്ധിച്ചു. എന്താ നിനക്കൊരു വിഷമം?
അയ്യോ, ഇത് ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ അല്ലേ? നിനക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ. പിന്നെന്താ, ഞാനേ കഷ്ടിച്ചാ ജയിച്ചേ. 50-ൽ 49 നല്ല മാർക്കൊക്കെ തന്നെയാ. പക്ഷെ അത് തന്നെയാ പ്രശ്നവും. എന്ത് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ റോയ്ക്ക് 50-ൽ 50 മാർക്കും കിട്ടി. ഞാൻ ഈ 49 മാർക്കും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അമ്മ എന്നെ ഇരുത്തി പൊറിപ്പിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവനെ കണ്ട് പഠിക്കണമെന്നാ അമ്മ പറയാറ്. ഇതും കൂടി ആവുമ്പോ സൂപ്പർ ആവും. താണോ ഇത്ര വലിയ കാര്യം? ഒരു ചുവന്ന മഷി കൊണ്ടേ ഇതിനെ 50 ആക്കിയാ പോരെ, എല്ലാ പ്രശ്നവും സോൾവ് ആകും. അത് ഞാൻ ചെയ്യില്ല. അമ്മയോട് ഞാൻ കള്ളം പറയില്ല, കാണിക്കാറുമില്ല. അയ്യോ, അപ്പൊ പിന്നെ എന്താ ചെയ്യാ? പരീക്ഷയിൽ കൂടുതൽ മാർക്ക് മേടിച്ചുകൊണ്ട് ലീന ടീച്ചർ എനിക്ക് ചോക്ലേറ്റ് തരുന്നുണ്ട്. വന്നാൽ അതിന്റെ കവർ നിനക്ക് തരാം. നീ വിഷമിക്കേണ്ട ഫെലിക്സ്, അല്ലേലും അവൻ ആളൊരു ജാടയാ. നീയേ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ബാക്കി പിന്നെ. 49 മാർക്കും വാങ്ങി വന്നിരിക്കുന്നു. പഠിക്കാൻ പറഞ്ഞ അതാണ് കുറ്റം. നീ അപ്പുറത്തെ ആ റോയിയെ കണ്ടു പഠിക്ക്. അവൻ ഫുൾ മാർക്കും വാങ്ങി. അവന്റെ അമ്മ നിന്റെ മാർക്ക് ചോദിച്ചപ്പോൾ നാണക്കേടുകൊണ്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. അല്ല, നിനക്കിവിടെ വേറെന്താ ജോലി? പഠിക്കാൻ പറഞ്ഞാ കേക്കില്ല. നിന്റെ അപ്പച്ചൻ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് നിന്നെ പഠിപ്പിക്കാൻ കൂടിയാ. അതിന് ഞാൻ നന്നായി തന്നെ പഠിക്കുന്നുമുണ്ടല്ലോ. നിന്റെ പഠിത്തത്തിന്റെ ഊർജം ഈ മാർക്കിലുണ്ടോ? എന്റെ ദൈവമേ, എന്ന് ഈ ചെക്കനൊന്ന് നന്നാവുക. ഞങ്ങൾ ഇവന് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെ ആയല്ലോ. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുക? നീ ആരുടെ മുഖത്ത് നോക്കണ്ട. ഞാൻ എപ്പോഴേ പറഞ്ഞാലേ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. കേട്ടില്ല? നമ്മുടെ വർഗത്തിന്റെ പേര് തന്നെ കാക്കുന്ന, അല്ലാതെ കൊയിൽ എന്നല്ല. എന്ന് കരുതി കുയിലിന് മാത്രം പാടിയാ മതിയോ? എന്റെ ദൈവമേ, നീ എന്നോട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? കാണാനാണെങ്കിൽ ഒരു ചന്തവുമില്ലാത്ത കറുപ്പ് നിറം, കരകര എന്ന വൃത്തിയിട്ട ശബ്ദം. നീ ഇനി ദൈവത്തെ കുറ്റം പറയണ്ട. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ആ കുയിലമ്മയെ പോലെ പാടാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നേ ആരെങ്കിലും എന്നെ കളിയാക്കുമായിരുന്നോ? നീ കിടന്നുറങ്ങാനൊക്കെ നാളെ ആ പറമ്പ് വൃത്തിയാക്കാൻ പോകേണ്ടത്. ചവറെടുത്ത് എന്റെ ജീവിതം തീരും. നിങ്ങൾ കിടന്നോ, ഞാനൊരല്പം പ്രാർത്ഥിക്കട്ടെ. എന്റെ കാവൽ മാലാകമാരെ, എന്റെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. എന്റെ ശബ്ദം കുയിലമ്മയുടെ പോലെ മധുരമുള്ളതാക്കി തരണമേ. എന്റെ കാവൽ മാലാകമാരെ. കാക്കമ്മയുടെ പ്രാർത്ഥന കേട്ടില്ലേ? നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാ. പക്ഷേ കാക്കയ്ക്ക് കൊയിലിന്റെ ശബ്ദം നൽകിയാൽ എന്താകും അവസ്ഥ? അതവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അത് ശരിയാ, പക്ഷേ എങ്ങനെ? അത് വെറുതെ പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകണമെന്നില്ല. അനുഭവമാണ് ഗുരു. അത് അങ്ങനെ തന്നെ ആവുകയും വേണം. ദേ, ഭൂമിയിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടില്ല. അതാ നോക്കിയേ. എന്റെ കാവൽ മാലാകമാരെ, എന്റെ മകനെ കാത്തോണേ. അവന് തുണയായി നിൽക്കണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അവന് റോയിയെ പോലെ ആകാൻ കഴിയണമേ. റോയിയെ പോലെ പഠിക്കുവാനുള്ള ബുദ്ധി നൽകണമേ. റോയിയെ പോലെ ഒരു നല്ല കുട്ടിയാക്കി തരണമേ. എന്റെ ദൈവമേ, ഉണ്ണീശോയെ, ഞാൻ എത്ര നന്നായാണ് പഠിക്കുന്നത്. എന്നിട്ടും അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു തെറ്റും കള്ളവും ഇതുവരെ ചെയ്തിട്ടില്ല. കാവൽ മാലാഖമാരെ, എനിക്ക് തുണയായി വരണമേ. ഫെലിക്സ്, നിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം നിന്റെ അമ്മയുടെയും. അവർ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയാ, നിനക്ക് തുണയായി ഇരിക്കാൻ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അമ്മ എപ്പോഴെന്നെ റോയുമായി കമ്പയർ ചെയ്യും. അവനെപ്പോലെ ആവാൻ പറയുന്നു. എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ. പക്ഷെ അത് അമ്മയോട് പറഞ്ഞാൽ സങ്കടമാവും. ഞാൻ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് മനസ്സിലാകും ഫെലിക്സ്. ഞങ്ങൾക്ക് രണ്ടുപേരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരു ദിവസം കൊണ്ട് രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ ഞങ്ങൾ സാധിച്ചു തരും. ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നോട് കൂടെയുണ്ട്. അമ്മേ, ചായ ഉണ്ടോ? ആ, റോയി മോനോ? ഫെലിക്സ് ഉറക്കായിരിക്കും. മടിയൻ മുറിയിലുണ്ടാവായിരിക്കും. അമ്മ എന്താ ഈ പിച്ചയും പേയും പറയുന്നേ? റോയിയോ? ഞാൻ ഫിലിപ്സാ. റോയി മോൻ ആന്റിയെ പറ്റിക്കാൻ വന്നതാ. അതിനിന്ന് ഏപ്രിൽ 1 അല്ലല്ലോ. അമ്മേ, ഞാൻ ഫെലിക്സ് ആണ്.
മുഖം ഇതെങ്ങനെ? അമ്മ, ഞാൻ സത്യമായി അമ്മയുടെ മകൻ ഫിലിക്സ് ആണ്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നിന്റെ മുഖം എങ്ങനെ റോയിയുടെ മുഖമായി? അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. ഞാൻ അവനെ പോലെ ആകണമെന്നാണല്ലോ അമ്മയുടെ പ്രാർത്ഥന. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, അനുഭവിക്കുക തന്നെ. നിന്റെ അപ്പനോട് ഞാൻ ഇനി എന്തു പറയും? അമ്മ പ്രാർത്ഥിച്ചതല്ലേ, അപ്പച്ചനോടും പറയാനുള്ള അമ്മ തന്നെ കണ്ടെത്തിക്കോ. അയ്യോ ടീച്ചറെ, ടീച്ചർ കണ്ടായിരുന്നോ? 2 പിള്ളേരും ഒരേപോലെ തന്നെ. ഇന്നലെ വരെ ആ ഫെലിക്സിന് വേറെ രൂപമായിരുന്നു. ഇന്നിപ്പോ അതിശയം തന്നെയല്ലേ? അത് ശരിയാ. ഒരു ക്ലാസ്സിലും കുട്ടികളില്ല. എല്ലാവരും അവരെ കാണാനുള്ള തിരക്കിലാ. എനിക്ക് തോന്നുന്നത് ലോകം അവസാനിക്കാൻ പോകുന്ന ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാ. ഒന്ന് പോ ടീച്ചറെ, പറഞ്ഞു പേടിപ്പിക്കാതെ. ഓടിപ്പോയി ക്ലാസ് പോടാ. നിങ്ങൾ കാരണം ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റുന്നല്ലോ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? ഇനി ഒന്നും ചെയ്യാനില്ല. നാളെ മുതൽ നിങ്ങളിൽ ഒരാൾ സ്കൂളിൽ വന്നാൽ മതി. അതാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളിൽ ആരാ സ്കൂളിൽ വരുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒരു കാര്യം കൂടി. എന്താ സാർ? എന്തായാലും നിങ്ങളിൽ ഒരുവൻ നാളെ വരില്ല. അപ്പൊ പിന്നെ ഒരു സെൽഫി ആവാം. എന്താ? ശബ്ദത്തിനെന്തോ പറ്റി? നീ എന്താ കുയിലിനെ പോലെ കരയുന്നേ? അയ്യോ, എന്റെ ശബ്ദം ഇത് കുയിലമ്മയുടെ ശബ്ദമാണല്ലോ. ഇല്ല, ഇന്നലെ രാത്രി നീ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അല്ല കാക്കച്ച, ഇതാരാ? ഇതെന്റെ ഭാര്യ കാക്കമ്മ. നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ ഭാര്യ കാക്കമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതാരാ? കാക്കമ്മയുടെ മുഖമാ, പക്ഷെ ശബ്ദം. അത് ഞാനും ശ്രദ്ധിച്ചു. നമ്മൾ കാക്കകളുടെ ശബ്ദം ഇങ്ങനെയല്ലേ? അതാരാ? അതെ, നമ്മുടെ വർഗത്തിൽപ്പെടാത്തവരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. എനിക്ക് ശബ്ദം കേട്ടിട്ട് കുയിൽ വർഗമാണെന്ന് തോന്നുന്നു. അവിടേക്ക് പോകട്ടെ. ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഇത് കാക്കമ്മ തന്നെയാ. ശബ്ദത്തിന് എന്തോ പറ്റിയതാ. കൂടുതൽ സംസാരിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ കാക്കക്കൂട്ടം വിട്ട് ഇവളോടൊപ്പം പോകാം. അയ്യോ വേണ്ടേ, അദ്ദേഹം ഇവിടെ നിക്കട്ടെ, ഞാൻ പൊയ്ക്കൊള്ളാം. അയ്യോ, ഞാൻ ഇനി എവിടെ പോകും? എനിക്ക് ആരുമില്ലല്ലോ. എന്റെ സങ്കടം കണ്ട് കളിയാക്കി ചിരിക്കുകയാണോ? തീർച്ചയായും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ സമ്മേളനത്തിന് വന്ന നിങ്ങൾ എല്ലാവരും കളിയാക്കി വിട്ടത്? അന്ന് ഞാൻ പക്ഷിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് മായയുടെ മുഖമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇന്നെന്താ നിങ്ങളുടെ അവസ്ഥ? നിങ്ങളിപ്പോ കാക്കയുമല്ല കുയിലുമല്ല. അപ്പോൾ നിങ്ങൾ ഇനി ഏത് കൂട്ടത്തിൽ പെടും? എങ്ങോട്ട് പോകും? പറ. എനിക്ക് ആരുമില്ല. എന്നെ ആരും കൂടെ കൂട്ടില്ല. അയ്യോ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ക്ഷമിക്കണം. അന്ന് നിങ്ങളെ ഇറക്കി വിട്ടപ്പോ ആദ്യം എനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നി. പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ഞാൻ എന്തിനു വിഷമിക്കണം? എനിക്കെന്താണൊരു കുറവ്? നല്ല ചെറുത്, നല്ല മോന്ത. അയ്യോ, ദൈവം നല്ല മനോഹരമായ രൂപമല്ലേ എനിക്ക് നൽകിയിരിക്കുന്നത്. ഇതേ നോക്ക്. ഇപ്പോ ഉദാഹരണത്തിന് നായയുടെ കാര്യം എടുക്കാം. ആളുകൾ ഓടിച്ചാൽ ഓടണം, പക്ഷേ പിടിക്കപ്പെടാം. പക്ഷെ ഞാനോ? എനിക്ക് പറക്കാൻ കഴിയും. ഒരാളും എന്നെ തൊടില്ല. ആവശ്യമുള്ള പഴങ്ങളൊക്കെ എനിക്ക് രസത്തോടെ കഴിക്കാം. ആളുകൾക്ക് സത്യത്തിൽ എന്നെ പേടിയാണ്. നിങ്ങളെ പോലല്ലോ ഞങ്ങൾ. നോക്ക്, എന്ത് വൃത്തികെട്ട രൂപം, അതിലും വൃത്തികെട്ട ശബ്ദം. ആര് പറഞ്ഞു? ലോകത്തെ ഏറ്റവും മനോഹരമായ നിറം കറുപ്പാണ്. കറുത്ത പ്രതലത്തിൽ മാത്രമേ ഒരു ചിത്രം വരെ വരയ്ക്കാൻ പറ്റൂ. നോക്ക്, നിങ്ങളുടെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് ഒരാളും നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു കോഴിയോ തത്തയോ ആയാലോ ഒന്നുകിൽ നിങ്ങളൊരു ആഹാരമാകും, അല്ലെങ്കിൽ അവിടെ അവരുടെ കൂട്ടിലാകും. നിങ്ങൾ മനുഷ്യരുടെ ആഹാരമായോ അതല്ലെങ്കിൽ അവരുടെ കൂട്ടിനുള്ളിലോ കിടന്നേനെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ പ്രത്യേകതകൾ കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെയും ശരിയാണ്. പക്ഷെ ഞാൻ ഇനി എന്താ ചെയ്യുക? ദൈവത്തോട് പ്രാർത്ഥിക്കൂ. എന്റെ അമിതമായ ആഗ്രഹം കാരണമാ എന്റെ മോൻ ഈ ഗതി വന്നത്. ഇനിയിപ്പോ സ്കൂളിൽ പോകാനും കഴിയില്ല.
എന്റെ മകനായി തന്നെ ഇരുന്നാ മതിയായിരുന്നു. അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ മനസ്സ് നല്ലതാ. അതുകൊണ്ടാ അമ്മയുടെ പ്രാർത്ഥന മാലാഖമാർ കേട്ടത്. എങ്കിൽ എന്റെ മാലാഖമാരെ, എന്റെ ഫെലിക്സിനെ തിരികെ തരയണമേ. അവനെ പഴയ രൂപത്തിലാക്കി തരയണമേ. പേടിക്കേണ്ട അമ്മേ, അമ്മയുടെ മകനെ അമ്മയ്ക്ക് തിരിച്ചു കിട്ടും. അതിനു മുമ്പ് ഒരു കാഴ്ചയും കൂടി, അല്ല ഒരു കാര്യം കൂടി അമ്മ അറിയേണ്ടതുണ്ട്. അതെന്താ? അമ്മ ഈ ഫെലിക്സിനോട് ആ റോയിയെ കണ്ടു പഠിക്കാനല്ലേ പറയാറ്? അവനെ അമ്മയ്ക്ക് കാണണ്ടേ? അമ്മ എന്റെ കൈകളിൽ ഒന്ന് തൊട്ടേ. മോനെ, പാലെടുക്കട്ടെ? ഞാൻ പഠിക്കട്ടെ അമ്മേ. ഇനി അമ്മ പറ, അമ്മയുടെ ഈ മകൻ റോയിയെ കണ്ടു പഠിക്കണോ? ഈ രീതിയിൽ പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയാൽ മതിയോ? അമ്മേ, ഓരോ മനുഷ്യരും ഓരോ പ്രത്യേകതകളോട് കൂടിയാണ് ഭൂമിയിൽ ജനിക്കുക. അവർക്ക് ഈ ഭൂമിയിൽ ഓരോരോ നിയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളായി മാറാൻ കഴിയില്ല. കറുത്തവനോ വെളുത്തവനോ, ഉള്ളനോ പൊക്കമുള്ളവനോ, ബലവാനോ ബലമില്ലാത്തവനോ, പണമുള്ളവനോ പണമില്ലാത്തവനോ ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും ദൈവത്തിന് മുമ്പിൽ സമന്മാരാണ്. എല്ലാവരും അവിടുത്തെ മക്കളാണ്. എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. എനിക്കെന്റെ മകൻ മതി, അവൻ മാത്രം മതി. അവൻ ആയാൽ മതി.